വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്ക്. ഞാൻ അശ്വതി ജോഷി. നിങ്ങൾക്കറിയാം, സെറ്റ് എക്സാമിന്റെ പ്രാധാന്യം കൂടിക്കൂടി വരികയാണ്. ഇനി NEP പൂർണ്ണമായിട്ട് നടപ്പിലാക്കുമ്പോൾ, ഖാദർ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ പൂർണ്ണമായിട്ട് നടപ്പിലാക്കുമ്പോൾ 9, 10, 11, 12 ക്ലാസ്സുകൾ ഒറ്റ കാറ്റഗറിയിലേക്ക് വരികയും സെറ്റ് എക്സാമിന്റെ പ്രാധാന്യം കൂടുകയും ചെയ്യും. എന്തുകൊണ്ടാണ്? അവിടെ PGയും BEdും ആണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ വിവാദങ്ങളിലൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. നിങ്ങൾ സെറ്റ് എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടും എന്ത് ചെയ്യുക? പഠിക്കുക, പഠിച്ച് പാസ്സാവുക. കാരണം ഇനി നമ്മുടെ മുന്നിൽ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ വരുന്ന ഫെബ്രുവരി 22-ാം തീയതി നിങ്ങൾ എക്സാം എഴുതുമ്പോൾ വളരെ കോൺഫിഡൻറ്റോട് കൂടി പോയി എഴുതുക. കൃത്യമായിട്ടും അഗ്രിഗേറ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ട രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക, പാസ്സാവുക. അപ്പൊ നമുക്ക് ഇന്ന് കുറച്ച് പാർട്ട്, സാധാരണ മാച്ച് ദ ഫോളോയിങ്ങിലെ ജനറൽ പേപ്പറിന്റെ പാർട്ടിൽ നിന്ന് വന്ന് കാണുന്ന ക്വസ്റ്റ്യൻസ് അല്ല, കുറച്ച് കണ്ടന്റ് ആണ് ഞാൻ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്നതാണ്, ജനറൽ പേപ്പറിന്റെ ഭാഗത്ത് നിന്ന്, മാച്ച് ദ ഫോളോയിങ്ങിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ചോദ്യങ്ങൾ. അപ്പൊ പലപ്പോഴും കുട്ടികൾക്ക് തെറ്റ് വരുത്തുന്ന ഒരു ഏരിയയാണ് ഇത്. മാച്ച് ദ ഫോളോയിങ് വരുമ്പോൾ സൈക്കോളജിക്കൽ തിയറീസ് ആൻഡ് പ്രൊപ്പണൻസ് പലപ്പോഴും തെറ്റിക്കുന്ന ഒരു പാർട്ടാണ്. അവിടെ നിന്ന് 3, 4 മാർക്കൊക്കെ നമുക്ക് അവിടെ നിന്ന് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു പാർട്ടാണ്. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് പഠിക്കാം. അപ്പൊ ഇന്ന് ചോദ്യത്തിന്റെ ഡിസ്കഷൻ അല്ല, പലപ്പോഴും നമ്മൾ ചോദ്യങ്ങളുടെ ഡിസ്കഷനിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. വളരെ വേഗം പഠിക്കുക, ഇനി ടൈം വളരെ കുറവാണ് കേട്ടോ. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് നോക്കൂ. സിംഗിൾ ഓർ യൂണിറ്ററി ഓർ മൊണാർക്കിക് തിയറി ആരുടെയാണ്? ഡോക്ടർ ജോൺസന്റെയാണ്. ആരുടേതാണ്? ഡോക്ടർ ജോൺസന്റെയാണ്. അപ്പൊ ഇന്റലിജൻസ് ഒക്കെ പഠിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് പഠിച്ചിരിക്കേണ്ട കുറച്ച് പാർട്ടുകളുണ്ട്. അത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, നിങ്ങൾ പഠിച്ചതുമാണ്. ഇവിടെ നമ്മൾ എന്തേ പഠിക്കുന്നുള്ളൂ? സൈക്കോളജിക്കൽ തിയറീസും പ്രൊപ്പണൻസും മാത്രമേ നമ്മൾ ഇവിടെ പഠിക്കുന്നുള്ളൂ. അടുത്ത് നോക്കൂ, 2 ഫാക്ടർ തിയറി ആരുടേതാണ്? 2 ഫാക്ടർ തിയറി സ്പിയർമാൻ്റേതാണ്. ആരുടേതാണ്? 2 ഫാക്ടർ തിയറി വരുമ്പോൾ അത് സ്പിയർമാൻ്റേതാണ്. സിംഗിൾ ഓർ യൂണിറ്ററി അല്ലെങ്കിൽ മൊണാർക്കി തിയറി ഡോക്ടർ ജോൺസൺ. ഇനി നിങ്ങൾക്കൊരു സംശയം വരും, ബിനയുടെ പേര് പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറില്ലേ, ഓപ്ഷൻസിൽ കാണാറില്ലേ? ബിനയുടെ പേര് തന്നിരുന്നാലും, ആൽഫ്രഡ് ബിനയുടെ പേര് തന്നിരുന്നാലും നിങ്ങൾ അവിടെ യൂണിറ്ററി തിയറി അല്ലെങ്കിൽ മൊണാർക്കിക് തിയറിയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ ഈ 2 വ്യക്തികളുടെ പേര് കണ്ടാലും മറക്കണ്ട, ഇതുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് കേട്ടോ. 2 ഫാക്ടർ തിയറി ആരുടേതാണ്? സ്പിയർമാൻ്റേതാണ്. അടുത്ത ഗ്രൂപ്പ് ഫാക്ടർ തിയറി ആരുടേതാ? തോണ്ടേക്കിൻ്റെതാണ്. ഗ്രൂപ്പ് ഫാക്ടർ തിയറി ആരുടേതാ? തോണ്ടേക്കിൻ്റെതാണ്. ഇനി 2 ക്ലസ്റ്റേഴ്സ് തിയറി കാറ്റിലിൻ്റെതും ഹോണിൻ്റെതുമാണ്. ആരൊക്കെയാണ്? കാറ്റിലും ഹോണുമാണ് അതുമായി ബന്ധപ്പെട്ട വ്യക്തികൾ. ഇത്രയും മനസ്സിലായി, തെറ്റിക്കരുത് കേട്ടോ. 4 എണ്ണമാണ് നമ്മൾ ഇവിടെ പഠിച്ചിരിക്കുന്നത്. അടുത്ത സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് മോഡൽ ആരുടേതാ? ഗിൽഫോർഡിൻ്റെതാണ്. സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് മോഡൽ അത് കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. ഇത് മാത്രം നമുക്ക് പഠിച്ചാൽ പോരാ. സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് മോഡൽ അത് നമുക്ക് പഠിക്കാനുണ്ട്. വളരെ കൃത്യമായിട്ട് അത് പഠിച്ചാൽ മാത്രമേ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കൂ. ഇത് ഈ ഭാഗത്ത് നിന്ന് മാച്ച് ദ ഫോളോവിങ്ങിൽ ഇങ്ങനെ വരുന്ന ചോദ്യങ്ങൾക്ക് മാത്രമേ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കുള്ളൂ. വളരെ ഡീപ്പായിട്ട് തന്നെ ആ പാർട്ടൊക്കെ പഠിക്കണം കേട്ടോ. നോക്കൂ, ട്രയാർക്കിക് തിയറി, ഓരോ തിയറിയും പഠിക്കണേ. ട്രയാർക്കിക് തിയറി ആരുടേതാണ്? സ്റ്റേൺബർഗിൻ്റെതാണ്. ട്രയാർക്കിക് തിയറി സ്റ്റേൺബർഗിൻ്റെതാണ്. അടുത്ത് നോക്കൂ, മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ആരുടേതാ? മൾട്ടിപ്പിൾ ഇന്റലിജൻസ്. ഇതൊക്കെ ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. 9 ഇന്റലിജൻസിനെ കുറിച്ചൊക്കെ നമ്മൾ വളരെ കൃത്യമായി പഠിച്ചു. മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഹൊവാർഡ് ഗാർട്ട്നർ. ഇനി അടുത്ത ഇമോഷണൽ ഇന്റലിജൻസ്. ഇമോഷണൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട വ്യക്തികൾ ഡാനിയൽ ഗോൾമാൻ, പീറ്റർ സലോവ, ജോൺ മേയർ. ആരൊക്കെയാണ്? ഡാനിയൽ ഗോൾമാൻ, പീറ്റർ സലോവ, ജോൺ മേയർ. ഏതൊക്കെയാ പഠിച്ച? സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് മോഡൽ, ട്രയാർക്കിക് തിയറി, അടുത്ത മൾട്ടിപ്പിൾ ഇന്റലിജൻസ്, ഇമോഷണൽ ഇന്റലിജൻസ്. ഇത്രയാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ അടുത്ത പാർട്ടിലേക്ക് പോവാം. അടുത്ത നോക്കൂ, സ്ട്രക്ചറലിസം. സ്ട്രക്ചറലിസം ആരുടേതാ?
വില്യം വൂണ്ടിൻ്റെതാണ്. സ്ട്രക്ചറലിസം വില്യം വൂണ്ടാണ്. അടുത്ത ഫങ്ഷണലിസം വില്യം ജെയിംസ് ആണ്. ആരാണ്? വില്യം ജെയിംസ് ആണ്. ഫങ്ഷണലിസം വില്യം ജെയിംസ് ആണ്. ബിഹേവിയറിസം വാട്സൺ ആണ്. JB വാട്സൺ ആണ് ബിഹേവിയറിസം. അടുത്ത സൈക്കോ അനാലിസ് ഫ്രോയിഡിൻ്റെതാണ്. സൈക്കോ അനാലിസ് ഫ്രോയിഡ് ആണ്. ഗസ്റ്റാൾട്ട് തിയറി വർത്തിമർ. അതുപോലെ ഇൻസൈറ്റ് തിയറി കോഹ്ലർ. അതുപോലെ ഫീൽഡ് തിയറി കട്ട്ലെവിൻ. അല്ലെ, ഗസ്റ്റാൾട്ടിസം പറയുമ്പോൾ നമ്മൾ ആരൊക്കെ പറയും? കോഫ്ക, കോഹ്ലർ, മാക്സ് വർത്തിമർ, ഇത്രയും പേരെയും പറയും അല്ലെ. അതിൽ ഇൻസൈറ്റ് തിയറിയാണ് കോഹ്ലർ. ഗസ്റ്റാൾട്ടിസം പറയുമ്പോൾ ഏതൊക്കെ പറയും നമ്മൾ? വർത്തിമർ, കോഫ്ക, കോഹ്ലർ, ഈ 3 പേരെയും പറയും. ഇതിൽ കോഹ്ലർ ഇൻസൈറ്റ് തിയറിയാണ്. ഫീൽഡ് തിയറി ആരുടേതാണ്? കട്ട്ലെവിൻ്റെതാണ്. ആരുടേതാണ്? കട്ട്ലെവിൻ്റെതാണ്. തെറ്റിക്കരുത് കേട്ടോ. സ്ട്രക്ചറലിസം, ഫങ്ഷണലിസം, ബിഹേവിയറിസം, സൈക്കോ അനാലിസ്, ഗസ്റ്റാൾട്ട് തിയറി, ഇൻസൈറ്റ് തിയറി, ഫീൽഡ് തിയറി. അറിഞ്ഞൂടാത്തവര് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ അല്ലെങ്കിൽ എഴുതിയെടുക്കുകയോ ചെയ്യുക കേട്ടോ. ഇനി അടുത്ത ഹോമിക് സൈക്കോളജി. ഹോമിക് സൈക്കോളജി ആരുടേതാ? മക്ഡുഗലിൻ്റെതാണ്. ഹോമിക് സൈക്കോളജി മക്ഡുഗലാണ്. ഹോളിസ്റ്റിക് സൈക്കോളജി അഡോൾഫ് മേയർ. ഹോളിസ്റ്റിക് സൈക്കോളജി അഡോൾഫ് മേയർ. അടുത്ത സെൻസേഷൻ ഫെസ്നർ ആണ്. സെൻസേഷൻ ഫെസ്നർ ആണ്. അടുത്ത ഫങ്ഷൻ ഓഫ് മെമ്മറി എബിംഗ്ഹൗസ് ആണ്. ഫങ്ഷൻ ഓഫ് മെമ്മറി ആരുടേതാണ്? എബിംഗ്ഹൗസ് ആണ്. അതുപോലെ കൺസ്ട്രക്റ്റിവിസം. കൺസ്ട്രക്റ്റിവിസം അല്ലെങ്കിൽ കോഗ്നേറ്റീവ് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട വ്യക്തികളാണ് ആര്? പിയാഷെ, ബ്രൂണർ ഒക്കെ. കൺസ്ട്രക്റ്റിവിസത്തിന് നമ്മൾ വൈഗോട്സ്കിയും പഠിച്ചിട്ടുണ്ട് അല്ലെ. വൈഗോട്സ്കിയും പഠിച്ചിട്ടുണ്ട്. കോഗ്നേറ്റീവ് ഡെവലപ്മെന്റ് വരുമ്പോൾ പിയാഷെ, ബ്രൂണർ ഒക്കെ വരും കേട്ടോ. അപ്പൊ അതെല്ലാം പഠിച്ചിരിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണേ, മറക്കല്ലേ. അടുത്ത സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്ന് എടുത്തു പറയുവാണെങ്കിൽ അവിടെ ആര് മാത്രമേ വരുള്ളൂ? വൈഗോട്സ്കി മാത്രമേ വരുള്ളൂ. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം വൈഗോട്സ്കി. വൈഗോട്സ്കിയുടെ കൺസ്ട്രക്റ്റിവിസം പഠിക്കുമ്പോൾ നമ്മൾ ഓരോ തിയറിയും പഠിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. ആ ഓരോ തിയറിയിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വേർഡ്സും സ്റ്റേജസും ഒക്കെ ഡീപ്പായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അത് കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. അടുത്ത സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം കഴിഞ്ഞിട്ട് ഹ്യൂമനിസം. ഹ്യൂമനിസം എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. മാസ്ലോവിന്റെയും കാൾ റോജേഴ്സിന്റെയും ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരും. ഹ്യൂമനിസം. കണ്ടീഷനിങ് തിയറി ആരുടേതാ? പാവ്ലോവ്. കണ്ടീഷനിങ്, ക്ലാസിക്കൽ കണ്ടീഷനിങ് ആരുടേതാ? പാവ്ലോവിന്റേതാണ്. ഇനി ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. ട്രയൽ ആൻഡ് എറർ ആൻഡ് ലോ ഓഫ് എക്സസൈസ് ആരുടേതാണ്? തോണ്ടേക്കിൻ്റെതാണ്. തോണ്ടേക്കിൻ്റെതാണ്. വളരെ കൃത്യമായിട്ട് പഠിക്കുക. അടുത്ത പോയിന്റ് നോക്കാം. ഓപ്പറന്റ് കണ്ടീഷനിങ്. ഓപ്പറന്റ് കണ്ടീഷനിങ് ആരുടേതാ? സ്കിന്നറുടേതാണ്. ഓപ്പറന്റ് കണ്ടീഷനിങ് സ്കിന്നറുടേതാണ്. റീഇൻഫോഴ്സ്മെന്റ് തിയറി. റീഇൻഫോഴ്സ്മെന്റ് തിയറി ആരുടേതാ? ഹള്ളിൻ്റെതാണ്. അടുത്ത എപ്പോഴും ചോദിക്കുന്നതാണ് ആക്ഷൻ റിസർച്ച്. ആക്ഷൻ റിസർച്ച് സ്റ്റീഫൻ എം കോറിയുടേതാണ്. ആക്ഷൻ റിസർച്ച് സ്റ്റീഫൻ എം കോറിയുടേതാണ്. അത് സോഷ്യോമെട്രി. സോഷ്യോമെട്രി ആരുടേതാ? മൊറീനോ. സോഷ്യോമെട്രി മൊറീനോ. അതുപോലെ ഫിസിക്കൽ മോട്ടോർ ഡെവലപ്മെന്റ് എലിസബത്ത് ഹാർലോക്കിൻ്റെതാണ്. എലിസബത്ത് ഹാർലോക്കിൻ്റെതാണ് ഫിസിക്കൽ മോട്ടോർ ഡെവലപ്മെന്റ്. ആരുടേതാ? എലിസബത്ത് ഹാർലോക്ക്. അടുത്ത ഇമോഷണൽ ഡെവലപ്മെന്റ് കാതറിൻ എം ബ്രിഡ്ജസ്. ഇമോഷണൽ ഡെവലപ്മെന്റ്. നേരത്തെ നമ്മൾ ഇമോഷണൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട 3 വ്യക്തികളുടെ പേര് പറഞ്ഞു. ഓർമ്മയുണ്ടോ? ഒന്ന് ഓർത്തു നോക്കിക്കേ. ഇവിടെ നമ്മൾ പറഞ്ഞത് ഇമോഷണൽ ഡെവലപ്മെന്റ് കാതറിൻ എം ബ്രിഡ്ജസ് ആണ്. അപ്പൊ മറക്കണ്ട. ഓപ്പറന്റ് കണ്ടീഷനിങ്, റീഇൻഫോഴ്സ്മെന്റ് തിയറി, ആക്ഷൻ റിസർച്ച്, സോഷ്യോമെട്രി, ഫിസിക്കൽ മോട്ടോർ ഡെവലപ്മെന്റ്. അടുത്ത ഏതാണ്? ഇമോഷണൽ ഡെവലപ്മെന്റ്. ക്ലിയർ ആണ്? പെട്ടെന്ന് പെട്ടെന്ന് പഠിക്കണേ, കാരണം സമയം വളരെ കുറവാണ്. ഇനി നമുക്ക് സ്പീഡിന് പഠിക്കേണ്ട സമയമാണ് കേട്ടോ. നോക്കൂ, അടുത്ത മോറൽ ഡെവലപ്മെന്റ്. മോറൽ ഡെവലപ്മെന്റ് കോൾബർഗിന്റെ ഉണ്ട്, പിയാഷെയുടെയും ഉണ്ട്. 2 പേരുടെയും തിയറി വളരെ വ്യക്തമായിട്ട് പഠിക്കണം കേട്ടോ. മോറൽ ഡെവലപ്മെന്റ് കോൾബർഗ്, പിയാഷെയും ഉണ്ട്. ഇത് രണ്ടുമാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത്, കോൾബർഗിന്റെയും പിയാഷെയുടെയും കേട്ടോ. സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ്. സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് എറിക്സന്റെ സ്റ്റേജുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആപ്ലിക്കേഷൻ ലെവലിലും ചോദ്യങ്ങൾ ചോദിക്കും. എറിക്സൺ ആണ്. സോഷ്യൽ മോഡലിംഗ് ഓർ ഇമിറ്റേഷൻ അല്ലെ, എക്സ്പെരിമെന്റൽ ലേണിംഗ് എന്ന് നമ്മൾ പറയും. ആൽബർട്ട് ബന്ധൂര. ഇമിറ്റേഷൻ ലേണിംഗ് അല്ലെങ്കിൽ എക്സ്പെരിമെന്റൽ ലേണിംഗ്, സോഷ്യൽ മോഡലിംഗ് അല്ലെങ്കിൽ ഇമിറ്റേഷൻ എന്നൊക്കെ പറയും. ആൽബർട്ട് ബന്ധൂര. അവിടെയും ഉണ്ട് സ്റ്റേജസ് കേട്ടോ.
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സും ഉണ്ട്. ഇനി സൈൻ ലേണിംഗ് തിയറി, ആരുടേതാ? സൈൻ ലേണിംഗ് തിയറി ടോൾമാൻ്റെതാണ്. സൈൻ ലേണിംഗ് തിയറി ടോൾമാൻ്റെതാണ്. അടുത്ത ലേണിംഗ് ഹൈറാർക്കി തിയറി ഇമ്പോർട്ടൻ്റ് ആണ്, ഗാഗ്നയുടേതാണ്. ലേണിംഗ് ഹൈറാർക്കി തിയറി എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഒന്നുപോലും വിട്ടുകളയാനില്ല. ലേണിംഗ് ഹൈറാർക്കി തിയറി ഗാഗ്നയുടേതാണ്. അടുത്ത ബ്ലൂംസ് ടാക്സോണമി ബെഞ്ചമിൻ ബ്ലൂ ആണ്. ബ്ലൂംസ് ടാക്സോണമി റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇനി യൂണിവേഴ്സൽ ഗ്രാമർ നോം ചോംസ്കി ആണ്. യൂണിവേഴ്സൽ ഗ്രാമർ നോം ചോംസ്കി ആണ്. ക്ലിയർ ആണ്. മോറൽ ഡെവലപ്മെന്റ്, സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ്, സോഷ്യൽ മോഡലിംഗ് ഓർ ഇമിറ്റേഷൻ, സൈൻ ലേണിംഗ് തിയറി, ലേണിംഗ് ഹൈറാർക്കി തിയറി, ബ്ലൂംസ് ടാക്സോണമി, യൂണിവേഴ്സൽ ഗ്രാമർ. ക്ലിയർ ആണ്. അടുത്ത പോയിന്റ് നോക്കാം. അടുത്ത ജനറലൈസേഷൻ തിയറി ചാൾസ് എച്ച് ജൂഡിന്റേതാണ്. ജനറലൈസേഷൻ തിയറി ആരുടേതാണ്? ചാൾസ് എച്ച് ജൂഡിന്റേതാണ്. അടുത്ത ഐഡിയൽ തിയറി പ്രൊഫസർ ബാഗ്ലിയുടേതാണ്. ഐഡിയൽ തിയറി ആരുടേതാ? പ്രൊഫസർ ബാഗ്ലിയുടേതാണ്. അടുത്ത ഇന്റലിജൻസ് മെഷർമെന്റ് ഐക്യുവും ഇക്യു ഉണ്ട്. ഇക്യു ആരുടേതാ? ഡാനിയൽ ഗോൾമാൻ്റെതാണ്. നമ്മൾ നേരത്തെ ഒരു വ്യക്തി പറഞ്ഞു അല്ലെ, ഇമോഷണൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട വ്യക്തിയുടെ പേര് പറഞ്ഞു, ഡാനിയൽ ഗോൾമാൻ. ഇക്യു ഡാനിയൽ ഗോൾമാൻ്റെതാണ്. ഇവിടെ ഇന്റലിജൻസ് മെഷർമെന്റ് ഐക്യു ആൽഫ്രഡ് ബിനെറ്റിൻ്റെതാണ്. അടുത്ത തിയറി ഓഫ് പേഴ്സണാലിറ്റി ഡൈനാമിക് സ്ട്രക്ചർ ആരുടേതാ? സിഗ്മണ്ട് ഫ്രോയിഡിന്റേതാണ് കേട്ടോ. തിയറി ഓഫ് പേഴ്സണാലിറ്റി ഡൈനാമിക് സ്ട്രക്ചർ സിഗ്മണ്ട് ഫ്രോയിഡിന്റേതാണ്. ക്ലിയർ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും ഇതുപോലെ കുറച്ച് മാച്ച് ദ ഫോളോയിങ്ങിൽ വരാവുന്ന കുറച്ച് കാര്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും വരാം. അപ്പൊ വളരെ കൃത്യമായിട്ട് ഓരോ ക്ലാസ്സുകളും വളരെ കൃത്യമായിട്ട് പഠിക്കുക, കൃത്യതയോടുകൂടി പഠിക്കുക. ഇനി നിങ്ങൾ സിലബസ് എടുത്തു വെച്ച് വലിച്ചു വാരി പഠിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. വരുന്ന കോർ ഏരിയാസ് ഏതൊക്കെയാണെന്ന് കണ്ടെത്തി അനാലിസിസ് ചെയ്ത് ഒരു PYQ അനാലിസിസ് ചെയ്ത് വേണം പഠിക്കാനായിട്ട്. അപ്പൊ നിങ്ങൾക്കറിയാം ഡിഫിക്കൽറ്റി ലെവൽ ഓരോ എക്സാമിനും കൂടി വരികയാണ്. അപ്പൊ അതിനനുസരിച്ച് വേണം നിങ്ങൾ അനലൈസ് ചെയ്ത് പഠിക്കാനായിട്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ ഇവിടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് 30 ഡേയ്സിന്റെ ബാച്ചാണ്. അപ്പൊ 30 ഡേയ്സിന്റെ ബാച്ചിൽ കുട്ടികൾ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞു. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് അവർ പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഏകദേശം 72 മണിക്കൂറിലധികം ക്ലാസ്സുകളാണ് കിട്ടുക. അപ്പൊ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ 30 ഡേയ്സിന്റെ ബാച്ചിന് ജോയിൻ ചെയ്യുന്നവർക്ക് നമുക്ക് നമ്മുടെ ബൂസ്റ്റർ ബാച്ചിന്റെ അതേ ഫീല് നമുക്ക് ചേരാവുന്നതാണ്. ബൂസ്റ്റർ ബാച്ചിനും ഇതേ ക്ലാസ്സുകൾ, ഇത്രയും ലൈവ് സെക്ഷൻസ് നിങ്ങൾക്ക് കിട്ടും. ഏകദേശം ബൂസ്റ്റർ ബാച്ച് ഏകദേശം ഫെബ്രുവരിയോട് കൂടിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 30 ഡേയ്സിന്റെ ബാച്ചിൽ ചേരുന്നവർക്കും എന്ത് ചെയ്യാം? ഈ ബൂസ്റ്റർ ബാച്ചിന്റെ അതേ ഫീൽ തന്നെ നിങ്ങൾക്ക് പഠിക്കാം. അതൊരു നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടാവുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ എത്രയും വേഗം ജോയിൻ ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 72 മണിക്കൂർ ലൈവ് സെഷൻസ് ആണ് നിങ്ങൾക്ക് ഞങ്ങൾ തരുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് എക്സാംസ് ആണ്. ഏതൊരു മത്സര പരീക്ഷയെ നേരിടുമ്പോഴും, ഇതിപ്പോ മത്സര പരീക്ഷയല്ല, ഒരു എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്. എന്നിരുന്നാൽ കൂടെ അവിടെ നമുക്ക് പ്രധാനം എക്സാംസ് ആണ്. എക്സാം എഴുതുന്നത് എന്തിനാണ്? നമുക്ക് അഗ്രിഗേറ്റ് ക്ലിയർ ചെയ്യാൻ നമ്മൾ പ്രാപ്തരാണോ എന്ന് നമുക്ക് സ്വയം മനസ്സിലാക്കണ്ടേ? അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ജനറൽ പേപ്പറിന് വേണ്ടി മാത്രം 10 എക്സാംസ് ആണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അതായത് ഓരോ എക്സാമിനും 120 മാർക്കാണ്. സെറ്റിന്റെ എക്സാം എങ്ങനെയാണോ, ഏത് പാറ്റേണിലാണോ നടത്തുന്നത്, അതേ പാറ്റേണിൽ തന്നെയാണ് നിങ്ങളിവിടെ എക്സാം എഴുതാൻ പോകുന്നത്. ഇനി ജനറൽ പേപ്പർ മാത്രമല്ല, നിങ്ങളുടെ സബ്ജക്റ്റ് ഏതാണോ, ഏതായിക്കോട്ടെ, ഏത് സബ്ജക്റ്റിനും 5 എക്സാം അഡീഷണൽ തരുന്നുണ്ട്. ഇപ്പൊ ടോട്ടൽ എത്ര എക്സാംസ് ആണ് നിങ്ങൾ എഴുതിയിട്ട് പോകുന്നത്? ഏകദേശം 15ഓളം എക്സാംസ് എഴുതിയിട്ട് പോകും. ഏകദേശം 72ഓളം അവേഴ്സിന്റെ ലൈവ് സെഷൻസ് അറ്റൻഡ് ചെയ്തിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോവുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂടെ ഒരു മെന്റർ ഉണ്ടാകും. നിങ്ങൾക്ക് എപ്പോഴും സപ്പോർട്ടിനായിട്ട് ഒരു മെന്റർ ഉണ്ടാകും. നിങ്ങളുടെ സംശയങ്ങളെല്ലാം ആ ടീച്ചർ തീർത്തു തരും. അപ്പോൾ നല്ല രീതിയിൽ പഠിച്ചു മുന്നേറിയാൽ വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് സെറ്റ് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇനിയും സമയം വൈകിട്ടില്ല എന്ന് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ചേരുന്നവർക്ക് ഇപ്പൊ തന്നെ ചേർന്ന പഠനം തുടങ്ങാവുന്നതാണ്. എക്സാംസും ലൈവ് ക്ലാസ്സുകളും ഒക്കെ ആയിട്ട് നമുക്ക് സെറ്റായിട്ട് ഫെബ്രുവരി 22-ന് സെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കാം. അപ്പൊ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, എത്രയും വേഗം ജോയിൻ ചെയ്യുക. അപ്പൊ ഇതുപോലുള്ള ക്ലാസ്സുകളുമായി വീണ്ടും കാണാം. താങ്ക് യു.